സോ ഹലോ ആൻഡ് വെൽക്കം ടു ഒരു കോഴിക്കോട്ടുകാരിയുടെ ആദ്യത്തെ തൃശ്ശൂർ പൂരം വ്ളോഗ്. സോ വികുവിൻ്റെ നാട് തൃശ്ശൂരാണ്. അപ്പം വിഷു സമയത്ത് നമ്മൾ വന്നിട്ട് പിന്നെ പൂരം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ തിരിച്ചു പോയത്. സോ ഏപ്രിൽ 13 പൂരം കൊടിയേറിയത്. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 17 നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട്. സോ അത് കാണാൻ നിൽക്കുന്ന സമയത്ത് വികു പറഞ്ഞു നമുക്കൊന്ന് ചമയവും കൂടെ കാണാൻ പോകാമെന്ന്. സോ നമ്മൾ തിരുവമ്പാടിയുടെ ചമയം കാണാൻ പോയി. അതായത് കുടമാറ്റത്തിന് യൂസ് ചെയ്യുന്ന കുറേ പ്രോപ്സ്, കുറേ ഡെക്കറേഷൻസ് എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വികു പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്താലും കുറേ സ്പെഷ്യൽ സാധനങ്ങൾ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ലാസ്റ്റ് മിനിറ്റ് ഇറക്കാൻ വേണ്ടി. സോ ഇതൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു കാണാൻ. ഇറ്റ് വാസ് എ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഫോർ മീ. അത് കഴിഞ്ഞ് നമ്മൾ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി നമ്മുടെ ബ്രദർ ഉണ്ണിയുടെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് ഓടുന്ന വീഡിയോ ആണ് സമയത്തിന് എത്താൻ വേണ്ടിയിട്ട്. സോ ഫ്ലാറ്റിന് മേലെ നിന്നായിരുന്നു നമ്മൾ കാണുന്നത്. ആൻഡ് അത് പൊട്ടി അവസാനമാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഓപ്പൻഹൈമർ മൂവി കണ്ടവർക്കറിയാം, അവസാനം ആ ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെയായിരുന്നു ആകാശത്ത്. ഫുള്ള് ലൈറ്റും ഞാൻ വിചാരിച്ച അവിടെ ഫുള്ള് തീ പിടിച്ചിരുന്നു. സോ ഇവന്തോ എനിക്ക് അടിപൊളിയായി തോന്നിയെങ്കിലും അവിടെ ആസ് യൂഷ്വൽ തൃശ്ശൂർക്കാർ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ അത്ര പോരാ എന്നായിരുന്നു. എനിക്ക് അതിലും ഇഷ്ടമായത് അമിട്ട് പൊട്ടുന്ന കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഹോൾ സ്കൈ വാസ് ജസ്റ്റ് ഫിൽഡ് വിത്ത് ലോട്ട് ഓഫ് കളേഴ്സ്. സോ അങ്ങനെ അത് കഴിഞ്ഞ് 19 വൈകുന്നേരമായിരുന്നു കുടമാറ്റം. സോ ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കുടമാറ്റത്തിന് പോകണ്ട, ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും, ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും എസ്പെഷ്യലി പെണ്ണുങ്ങൾക്ക് അവിടെ പോകാനെന്നൊക്കെ. പക്ഷേ വികു എൻ്റെ അടുത്ത് പറയുമ്പോൾ നീ വാ നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം, നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ നീ ഡെഫിനറ്റ്ലി കാണണം, അത് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ പോയി നോക്കി, അങ്ങനെ കയറി കുത്തിത്തിരികെ ഞങ്ങൾ എങ്ങനെയോ ഉള്ളിലെത്തി. ആൻഡ് വി ഗോട്ട് ദ ബെസ്റ്റ് വ്യൂ എവർ. നമ്മൾ തിരുവമ്പാടിയുടെ കുടമാറ്റത്തിൻ്റെ സ്ഥലത്തായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അത് നമുക്ക് ക്ലിയറായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ആക്ച്വലി പറയുകയാണെങ്കിൽ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല, താങ്ക് ഗോഡ്. ആൻഡ് ചെറിയൊരു കാറ്റ് വീശുന്നുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ആ ഒരു കാറ്റ് വീശുന്നത് ഭയങ്കര ആശ്വാസമായിരുന്നു. പിന്നെ ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും അവിടെ ആ ഒരു വൈബ്, ആ ഒരു ഫീൽ അത് ഡിഫറെൻ്റ് തന്നെയാണ്. സോ അങ്ങനെ അത്രയും ഒരു എനർജറ്റിക് അറ്റ്മോസ്ഫിയർ ആയത് കാരണം നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റും അവിടെ. തിരുവമ്പാടിയുടെ ചമയം കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇനി ഏതൊക്കെ കുട വരാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക, ആ കുട വന്നോ, ആ കുട എന്താ വരാത്തത്. ആൻഡ് പിന്നെ ഇത് ശരിക്കും ഒരു കോമ്പറ്റീഷൻ പോലെ ആണല്ലോ, തിരുവമ്പാടി വേഴ്സസ് പാറമേക്കാവ്. പാറമേക്കാവിൻ്റെ കുടമാറ്റം ഞങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല, അത് കുറച്ച് ദൂരെയായിരുന്നു. സോ പക്ഷേ നമുക്കിങ്ങനെ ഒച്ച കേൾക്കാം, അവിടെ ഓരോ നല്ല കുട വരുമ്പോഴും ആ സൈഡിലെ ആൾക്കാർ ഒച്ച കൂട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇപ്പോൾ എന്താ തിരുവമ്പാടിക്കാരെന്താണ് പുതിയ വെറൈറ്റി ഒന്നും ഇറക്കാത്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നെ ലാസ്റ്റിലേക്ക് തിരുവമ്പാടി തകർത്തു കിട്ടും. പിന്നെ ഓരോ തവണ ഈ സ്പെഷ്യൽ കുട ഇറങ്ങുമ്പോഴത്തേക്കും ഇത് ക്രൗഡ് ഗോസ് ക്രേസി. കാരണം നമ്മൾ ഏത് സൈഡാണോ നിൽക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സൈഡിലേക്ക് ഒരു ചായവ് ഉണ്ടാവുമല്ലോ. സോ തിരുവമ്പാടിക്കാർ നന്നാവണം, അല്ലെങ്കിൽ അവർ നല്ല കുട ഇറക്കുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അതിന് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ അവിടെ പോകുമ്പോൾ നമുക്ക് നെസസറി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവേണ്ട സാധനമാണ് വിഷറിയും ഒരു കുപ്പി വെള്ളവും. കാരണം കുറേ നേരം നിൽക്കേണ്ടതാണ്, ചൂടുണ്ട്, വിൽ ഫീൽ ഡീഹൈഡ്രേറ്റഡ്. പക്ഷേ ചുറ്റുമുള്ള ആൾക്കാരും ഇസ് വെരി സപ്പോർട്ടീവ്. എല്ലാവരും ഒരേ ഒരു കാര്യത്തിനാണല്ലോ വന്നത്, എല്ലാവരും പൂരം കൂടാനും അത് അടിച്ചു പൊളിക്കാനും ആ ഒരു സ്പിരിറ്റിലായത് കാരണം നമുക്കറിയാത്ത ആൾക്കാരാണ് ചുറ്റുമുള്ളത്. പക്ഷേ എവ്രിബഡി ഈസ് റെഡി ടു ഹെൽപ്പ് ഈച്ച് അതർ. നമുക്ക് പരിചയമുള്ള ആൾക്കാരെ പോലെ ആവും അവസാനം നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച്. സോ ആ ഒരു മൂഡും നൈസായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന കുടയൊക്കെ നമ്മൾ ചമയത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നിലിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ ഇതായിരുന്നു നമുക്ക് പാറമേക്കാവിന് ആകെ കിട്ടുന്നൊരു ചെറിയ വ്യൂ. അത് ഞങ്ങൾ ഫോണിൽ സൂം ചെയ്തൊക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അവിടെ ഒരു ഡബിൾ ലെയർ കുട ഇറക്കിയ അപ്പം പിന്നെ ഇപ്പുറത്തെ സൈഡ് ഒരു ട്രിപ്പിൾ ലെയർ കുട ഇറക്കും. സോ ആ ഒരു സ്പിരിറ്റ് ഭയങ്കര, ആ മൂഡിനെ തന്നെ ഭയങ്കര ലൈവായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പൂരത്തിൽ അറ്റൻഡ് ചെയ്ത എല്ലാത്തിലും എനിക്ക് എൻ്റെ ഫേവറേറ്റായിട്ട് തോന്നിയ കുടമാറ്റമായിരുന്നു കേട്ടോ. കാരണം ഓരോ സെക്കൻഡും നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇനിയിപ്പോൾ അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ. പിന്നെ സൺസെറ്റിന് ശേഷമായിരുന്നു അവർ LED കുടകളൊക്കെ ഇറക്കാൻ തുടങ്ങിയത്. സോ അതിലും നല്ല വെറൈറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ എല്ലാ കൊല്ലവും ആ വട്ടത്തെ ഹൈലൈറ്റായിട്ട് നടന്ന ഇവൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ കുട അവർ ഇറക്കാറുണ്ട്. സോ ഈ വട്ടം നമ്മുടെ അയോധ്യ ടെമ്പിൾ, നമ്മുടെ രാംലല്ലയായിരുന്നു ഹൈലൈറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഭാരതത്തിൻ്റെ അഭിമാനമായ ISRO ചന്ദ്രയാൻ പൂരാശംസകൾ എന്ന് പറഞ്ഞിട്ടും ഒരു അടിപൊളി കുട നമുക്ക് കാണാൻ പറ്റി. പിന്നെ നെക്സ്റ്റ് വന്നത് വാസ് എ സൂപ്പർ ഐറ്റം. വടക്കുന്നാഥൻ്റെ തന്നെ ഒരു മോഡൽ, ഒരു മിനി മോഡലായിരുന്നു ഒരു നെക്സ്റ്റ് കുട. സോ ഐ വാസ് തിങ്കിങ് അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തത്. നമുക്ക് അതിനകത്ത് സൂം ചെയ്യുമ്പോൾ കാണാം ആ മരങ്ങൾ വരെ അതിൻ്റെ അകത്തുണ്ട്. സോ ദ ലെവൽ ഓഫ് എഫേർട്ട് ദാറ്റ് ദേ ടേക്ക് ഇൻ ടു ദിസ് ഫെസ്റ്റിവൽ ഇസ് ലൈക്ക് നെക്സ്റ്റ് ലെവൽ. സോ ഓരോ കാര്യം അവർ അത്രയും ഭംഗിയായിട്ടും ഡീറ്റെയിലിംഗ് ആയിട്ടുമാണ് അത് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഈ കുടമാറ്റത്തിൻ്റെ എൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ലൈക്ക് ഒരു പീസ് അല്ലെങ്കിൽ ഓക്കെ ഫൈൻ നമുക്ക് കോമ്പറ്റീഷൻ എന്നുള്ളൊരു സംഭവം നിർത്താം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ള തുണി എടുത്തിട്ട് ഇങ്ങനെ കറക്കും. സോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ കുടമാറ്റം അവസാനിച്ചു എന്നുള്ളത്. സോ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. കുടമാറ്റം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. പിന്നെ വീണ്ടും ഇറങ്ങി രാത്രി പൂരം കാണാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ തിരുവമ്പാടിയും പാറമേക്കാവും അല്ലാതെ വേറെ 8 ചെറുപൂരങ്ങളും കൂടിയതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം. സോ നമ്മളവിടെ രാത്രി പൂരം കാണാൻ പോയ സമയത്ത് ചൂരക്കൂട്ടുകാവിൻ്റെ എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് മേളം ലീഡ് ചെയ്യുന്ന നമ്മുടെ ഫേമസ് പെരുവനം കുട്ടന്മാരായിരുന്നു. സോ അതും നമുക്ക് കാണാൻ പറ്റി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അയ്യന്തോളിൻ്റെയും ചെറുപൂരം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പഞ്ചവാദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ രാത്രി പൂരം കുറച്ച് നേരം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിഗോട് എടുത്ത് പറഞ്ഞു ഇനി എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് വേണം, കാലൊന്നും അനങ്ങുന്നില്ല. അത് ഞങ്ങൾ വീട്ടിൽ പോയി വേഗം ഒരു ക്വിക്ക് പവർ നാപ്പ് എടുത്തു ഒരു 1 hour. കാരണം നമ്മൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി തിരിച്ചു വരാനിരിക്കുമായിരുന്നു. സോ നമ്മളെ കസിൻസിൻ്റെ കൂടെ തിരിച്ചു വന്നു. ആൻഡ് നമ്മൾ സാമ്പിൾ വെടിക്കെട്ട് കണ്ട സെയിം സ്ഥലത്തു നിന്നാണ് വെടിക്കെട്ട് കാണാൻ വേണ്ടി ഇരുന്നത്. 3 AM അത് സ്റ്റാർട്ട് ചെയ്യേണ്ടായിരുന്നത്. സോ നമ്മൾ 1 o'clock എത്തിയായിരുന്നു അവിടെ. പക്ഷേ പിന്നെ 3 മണി കഴിഞ്ഞു, 4 മണി കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു, എന്നിട്ടും വെടിക്കെട്ടില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലായ ചെറിയ പ്രശ്നമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5:30 ആയപ്പം ന്യൂസിൽ കണ്ടു ഇനിയിപ്പോൾ 7:30 എങ്ങാനും ആയിരിക്കും ഇത് പൊട്ടണേന്ന്. അപ്പോൾ നമ്മൾ ഫൈനലി പണി നിർത്തിപ്പോയി. കാരണം ഒന്നാമതേ ഉറങ്ങിയിട്ടില്ല, പ്ലസ് ക്ഷീണം. സോ ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തു ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ ശേഷിയില്ല എന്ന്. സോ പക്ഷേ വിഗു നമ്മൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോയി. വെടിക്കെട്ടൊക്കെ കണ്ട് കഴിഞ്ഞ് ഒരു 8:45 നമ്മളെ തിരിച്ച് വീട്ടിൽ വന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും എണീറ്റ് ഡ്രസ്സ് ചെയ്ത് പകൽപൂരം കാണാൻ പോയി. ഈ വട്ടം ഞങ്ങൾ അമ്മേനെയും കൂടെ പിടിച്ചുകൊണ്ട് പോയി നമ്മുടെ കൂടെ. പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ കുത്തി തിരികെ ഇടിച്ച് വേഗം മുന്നിലേക്ക് എങ്ങനെയോ ഫ്രണ്ടിലെത്തി. ഇനിയുള്ളത് ലാസ്റ്റ് ചടങ്ങായിരുന്നു, അതായത് ഉപചാരം ചൊല്ലിപ്പിരിയൽ. അതായത് നമ്മുടെ പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും വടക്കുന്നാഥൻ്റെ മുന്നിൽ വെച്ച് ഫൈനലെല്ലാം കോംപ്രമൈസാക്കി ഇനി അടുത്ത കൊല്ലം കാണാം എന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറയുന്ന സീനാണ് ഇത്. അങ്ങനെ ഒഫീഷ്യലി പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. ഇനി വെടിക്കെട്ട് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെടിക്കെട്ടിന് മുന്നേ നമുക്ക് കുറച്ച് സമയം കിട്ടിയപ്പം നമ്മൾ പൂരപ്പറമ്പിൽ തന്നെ വെച്ച് മാമേനെയും ഫാമിലീനെയും കണ്ടു. സോ അമ്മായി പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ നമുക്ക് നല്ല പൂരക്കഞ്ഞി കിട്ടും, നമുക്കത് കഴിക്കാൻ പോവാണ്. സോ നമ്മളെല്ലാവരും പൂരക്കഞ്ഞി കഴിക്കാൻ പോകുന്ന സീനാണിത്. എനിക്ക് സത്യം പറഞ്ഞാൽ കഞ്ഞി എന്ന് പറഞ്ഞ സാധനമേ ഇഷ്ടമല്ല. പക്ഷേ ആ നല്ല മാങ്ങാച്ചാറും മോരുകറിയും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചെറുതായിട്ടൊന്ന് അലിഞ്ഞു. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു താൽക്കാലിക ആശ്വാസമായി, കാരണം രാവിലെ തൊട്ടേ നിന്ന് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെടിക്കെട്ടിന് വേണ്ടിയുള്ളൊരു വെയിറ്റിംഗ് ആയിരുന്നു. അതിനും ചെറിയ ഡിലേ ഉണ്ടായിരുന്നു, ഒരു 1/2 hour to 45 minutes. നല്ല വെയിലത്തായിരുന്നു നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഷോളും ക്യാപ്പും ഒക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പൂരം 2024 came to an end. ഇനി നെക്സ്റ്റ് ഇയറും പൂരം കാണാൻ പോകുമെന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി ഞാൻ പൂരം കാണാൻ പോകും. സോ നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ പൂരം കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണാൻ പോകണം. ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്.